അപ്പോ ഷിബുലാൽ ഗുരുക്കൾ അല്ലേ? അതെ. ഞാൻ നിങ്ങളെ പരിപാടിയുടെ അല്പം കാര്യങ്ങളൊക്കെ പകർത്തിയെടുത്തു. ഞാൻ പൊതുവെ ഇത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ജനറേഷൻ നേരിടുന്ന ഏറ്റവും വലിയൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ആരോഗ്യപരമായി നമ്മൾ ഒരുപാട് ബാക്കിലാണ്. ഭൗതിക വിദ്യാഭ്യാസത്തിനും അറിവിലൊക്കെ നമ്മൾ ഒത്തിരി മികവുറ്റ ആളുകളാകുമ്പോൾ രോഗികളായിട്ട് നമ്മൾ മാറുന്നു എന്നുള്ള രോഗങ്ങളെ മുൻകൂട്ടി കാണാനും അത് മുൻകൂട്ടി തന്നെ ട്രീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ രോഗങ്ങൾ വരാത്തൊരു സാഹചര്യത്തെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയുള്ള പ്രധാനം. നമ്മുടെ പൂർവികരൊക്കെ പഠിപ്പിച്ചത് അങ്ങനെ. പക്ഷെ ഇന്ന് നമ്മൾ രോഗം വരാൻ കാത്തിരിക്കുക. അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള ആയതാണ്. പ്രത്യേകിച്ച് കളരിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കേരളീയ ഒരു കലാരൂപം കൂടിയാണ്. അപ്പോൾ ഗുരുക്കള ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു വിശദീകരണം ഈ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞോളൂ. നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്ന കുട്ടികൾ ഓരോരുത്തരും ശരീരത്തില് എണ്ണ പുരട്ടി, ലങ്കോട്ടി കെട്ടി, കച്ച കെട്ടി, അങ്ങനെ വളരെ ശരീരം ദൃഢമാക്കാവുന്ന രീതിയിലുള്ള നല്ല മെയ്വഴക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന രൂപത്തിലുള്ള എക്സസൈസുകളൊക്കെ കൊടുത്ത് അവരെ ഒരു നല്ല ഒരു ഹെൽത്തി പേഴ്സണാക്കി മാറ്റുന്ന ഒരു രീതിയാണ് കളരിയിൽ വരുന്നത്. അത് പിന്നെ ഞങ്ങളുടെ ഈ വടക്കൻ സമ്പ്രദായത്തിൽ മെയ്പ്പയറ്റിലൂടെ ആണ് അത് കൂടുതലായിട്ട് ആർജിക്കുന്നത്. തെക്കൻ സമ്പ്രദായത്തിൽ ചുവടുകളും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഈ സമ്പ്രദായം പോകുന്നത്. അപ്പോൾ അതിൽ എങ്ങനെയിട്ട് കൂടുതലായിട്ട് കുട്ടികൾ ഈ കലയിൽ ആകൃഷ്ടരാകുമ്പോൾ മറ്റുള്ള വഴിയിലേക്ക് അവർ ചിന്തിക്കില്ല പോകുന്നു. അപ്പോൾ കളരി ഒരു ഉപാസനയാക്കി എടുത്തിട്ട് നല്ല രീതിയിൽ സഞ്ചരിക്കുന്ന കുട്ടികൾ നല്ല ലെവലിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ കളിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടിയ കുട്ടികളൊക്കെ കോളേജിലായാലും പിന്നെ പുറത്തായാലും നല്ല നല്ല ജോലിയിൽ മേഖലകളിലേക്ക് എത്താൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ആളുകൾ ഈ ഒരു മേഖലയിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്ന് മനസ്സിലായി. പ്രത്യേകിച്ച് കുട്ടികൾ സ്കൂൾ ഇപ്പോൾ പല പല സ്കൂളുകളിലൊക്കെ ഇപ്പം അങ്ങനെ സംവിധാനങ്ങൾ പഠിക്കാനുള്ള വിധങ്ങളായ കലകൾ ഉണ്ട്. അത് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു. അപ്പോൾ അതിനർത്ഥം ഈ ഒരു മേഖല ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വർത്തമാനകാല സാഹചര്യത്തിൽ അനിവാര്യമാണ് എന്നൊരു തിരിച്ചറിവായിരിക്കാം രക്ഷിതാക്കളൊക്കെ ഇങ്ങനെയുള്ള മേഖലയിലേക്ക് കുട്ടികളെ കൂടുതൽ കൊണ്ടുവരുന്നു. ഗവൺമെന്റ് സ്കൂളുകൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഒരു ചെറിയ രീതിയിലുള്ള വിശദീകരണമൊക്കെ തന്നു. ഇനി നിങ്ങൾ പ്രസിഡന്റ് ആണല്ലോ അല്ലേ? മലപ്പുറം ജില്ലേന്റെ പരിപാടിയാണ് നടക്കുന്നത്. അതെ, മലപ്പുറം ജില്ല. ഇവിടെ നിന്ന് ഈ സെലക്ഷൻ കിട്ടിയ കുട്ടികളെ പിന്നെ എന്ത് ചെയ്യും? സംസ്ഥാന അങ്ങനെ കൊണ്ടുപോകും അല്ലെ? സ്റ്റേറ്റ് കഴിഞ്ഞപ്പോൾ നാഷണലില് നാഷണൽ ലെവലിലേക്ക് പോകും. അത് കഴിഞ്ഞ ഖേലോ ഇന്ത്യയിൽ വരെ ഇപ്പൊ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് സ്പോർട്സ് ഗെയിംസിൽ കളരി ഉൾപ്പെടുത്തി ഈ തവണത്തെ മത്സരം നടത്തി മലപ്പുറം ജില്ലയിൽ നിന്ന് കുറെ കുട്ടികൾ നേട്ടങ്ങൾ കൈവരിച്ചു. സ്പോർട്സിലേക്കും കൂടി ഗെയിംസിലും കൂടി ഉൾപ്പെടുത്തി എന്നുള്ള. അതെ, ഓക്കെ. സാധാരണ കരാട്ടെ പോലൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നുണ്ട്. അതെ, ഞങ്ങൾ ഒരു വലിയ ആഗ്രഹമായിരുന്നു. ഞങ്ങള് പിന്മുറക്കാര് അത്രയധികം കഷ്ടപ്പെട്ടിട്ട് അത് അങ്ങനെ എത്തിച്ചതാണ്. അത് ഞങ്ങളെ എപ്പോഴും സ്മരിക്കാതെക്കാൻ പറ്റില്ല. മരണപ്പെട്ടു പോയി കഴിഞ്ഞ വർഷം അഡ്വക്കേറ്റ് പൂന്തുറ സോമൻ. അദ്ദേഹമാണ് ഇതിനു വേണ്ടിയിട്ട് യഥാസമയം വളരെയധികം പ്രയത്നിച്ച് അത് നേടിത്തന്നു. പക്ഷെ അദ്ദേഹത്തിന് കാണാനുള്ള ഭാഗ്യമുണ്ടായി. അദ്ദേഹം മരണപ്പെട്ടു. അപ്പൊ നിങ്ങൾ തൊട്ടടുത്ത് നിങ്ങളെ സെക്രട്ടറി ആണെന്ന് തോന്നുന്നുണ്ടല്ലേ? ഞങ്ങളെ ഈ പ്രോഗ്രാം കൺവീനർ. അപ്പൊ എന്തായാലും കൺവീനറും കൂടി രണ്ട് കാര്യങ്ങൾ ചോദിക്കട്ടെ. ഓക്കെ, താങ്ക് യു. നിങ്ങളായിരുന്നു ഈ പരിപാടിയുടെ കൺവീനർ അല്ലേ? ഈ പ്രോഗ്രാമിന്റെ കൺവീനർ. ഓക്കെ, പേരെന്തായിരുന്നു? ഷൗക്കത്ത് അലി ഗുരുക്കൾ. ഓക്കെ, ഈ പരിപാടിയൊക്കെ ആയിട്ട് എന്ന് തുടങ്ങിയല്ലോ? ഇന്നാണ് സ്റ്റാർട്ടിങ്. നാളെയും കൂടി ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? നാളെ വൈകിട്ട് വരെ 2 ദിവസത്തെ പരിപാടി. ഏകദേശം എത്ര കുട്ടികൾ? 1000ഓളം വിദ്യാർത്ഥികൾ മാറ്റിയെടുക്കുന്നുണ്ട്. 100ഓളം കളരികളിൽ നിന്ന് 1000ഓളം വിദ്യാർത്ഥികളാണ് മാറ്റിയെടുക്കുന്നത്. 100ഓളം കളരികളിൽ നിന്ന് 1000ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് പ്രധാനമായിട്ടുള്ള മത്സരങ്ങൾ ഇനങ്ങൾ ഏതൊക്കെയാണ്? 11 ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത്. ആ മത്സരങ്ങളെല്ലാം വിദ്യാർത്ഥികൾ ഉണ്ട്. മാത്രമല്ല ചില മത്സരങ്ങൾ 3 വിഭാഗമായിട്ട് നടത്തിയിട്ട് അതിന്റെ ഫൈനൽ ചെയ്തിട്ടാണ് വിജയികളെ തെരഞ്ഞെടുക്കുന്നത്. വിദ്യാർത്ഥികളുടെ ബാഹുല്യം കൊണ്ടാണ് അങ്ങനെ. ഓരോ മത്സര ഇനങ്ങളിലും എത്ര വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ടാവും? ഓരോരോ ഇവന്റിൽ അങ്ങനെ കറക്റ്റ് ചോദിച്ചാൽ ഇപ്പൊ പറയാൻ പറ്റില്ല. ഏകദേശം ഒരു 70-72 കുട്ടികളൊക്കെ ചുവട് ഇനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മെയ്പ്പേറ്റിൽ അതുപോലെ ഉണ്ട്. അങ്ങനെ വരുന്ന മത്സരങ്ങളാണ് 3 വേദികളായിട്ട് നടത്തിയിട്ട് പിന്നെ ഫൈനൽ നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഈ 70-75ഓളം വരുന്ന വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കൂട്ടത്തിൽ 3 ആളുകളാണ് വിജയി. അതെ, ആ 3 ആളുകളാണ് പിന്നെ നമ്മുടെ സ്റ്റേറ്റ് തലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ 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 ഓക്കെ. പൊതുവെ മുമ്പത്തെ ഒരു കാലഘട്ടം ഇപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ കളരിയിലേക്കുള്ള മറ്റുള്ളവരുടെ ആകർഷണം കടന്നുവരവിനെ കുറിച്ച് എന്താണ് തോന്നിയിട്ടുള്ളത്? ഇനി സ്കൂൾ ഗെയിംസിൽ കളരിപ്പയറ്റ് ഉൾപ്പെടുത്തി കഴിഞ്ഞു. മത്സരം നടന്നിപ്പോ സംസ്ഥാന മത്സരം ജില്ലാ മത്സരങ്ങളും നടന്നു കഴിഞ്ഞു. ഇനിയുള്ള കാലഘട്ടങ്ങൾ കളരിയുടെ സുവർണ്ണ കാലഘട്ടം അങ്ങനെയാണ് പറയേണ്ടത്. കാരണം കുട്ടികളുടെ
വരവിന് ഒരുപാട് കുട്ടികളുണ്ടാവും. അതുപോലെ സ്കൂളുകളിൽ കളരി പഠിപ്പിക്കാനുള്ള അവസരങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കളരിപ്പയറ്റ് അസോസിയേഷൻ സിലബസ് പ്രകാരമാണ് ഈ മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് എന്നാണ് അറിവ്. അതെ അതെ. പൊതുവെ ഈ യോഗ ഒക്കെ നന്നായിട്ട് സ്കൂളുകളൊക്കെ പഠിക്കാനുള്ള സംവിധാനം ഉണ്ടല്ലോ. കളരിയിലാകുമ്പോൾ ഒരുപാട് മെയ്വഴക്ക സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ പ്രാതിനിധ്യം കൽപ്പിക്കുന്ന ഒരു മേഖലയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായും മെയ്വഴക്ക ഒരു പ്രധാന ഘടകമാണ് അല്ലേ? അതുപോലെ തന്നെ ഞങ്ങൾ പ്രധാനമായിട്ട് ഉപയോഗം നേരത്തെ ഗുരുക്കൾ സൂചിപ്പിച്ചു, എണ്ണ ഉപയോഗം, വിവിധങ്ങളായ തൈലങ്ങൾ ഉപയോഗം, അതിനെ പറ്റിയൊക്കെ ഒന്ന് വിശദീകരിച്ചു. അപ്പോൾ ആയിക്കോട്ടെ, ഓക്കെ, ഒരുപാട് സന്തോഷം. ഇനി കൂടെ ഇവരൊക്കെ ആരൊക്കെയായിരുന്നു? ഇവര് വനിതകളിലെ ഞങ്ങളെ പ്രധാനപ്പെട്ട ഗുരുക്കളാണ്. അപ്പോൾ വനിതകളുടെ പ്രധാനപ്പെട്ട ഗുരുക്കളോട് നമുക്ക് രണ്ടു വാക്ക് ചോദിക്കണം. വനിതകളുടെ ഈ മേഖലയിലേക്ക് കൂടുതൽ കടന്നു വരുന്നുണ്ട്. വിദ്യാർത്ഥികൾ കൂടുതൽ വനിതകളാണ്. കാരണം ആൺകുട്ടികൾക്ക് ഫുട്ബോൾ പോലത്തെ വിനോദങ്ങൾ ധാരാളം, പക്ഷെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തന്നെ വിനോദങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇങ്ങനെയുള്ള മേഖലയിലേക്ക് കൂടുതൽ കടന്നു വരുന്നു തോന്നുന്നു. ഓക്കെ, താങ്ക് യു. അടുത്ത പേരെന്തായിരുന്നു? എന്റെ പേര് സജിത. ഇവിടെ തന്നെയാണോ? ഓൾറെഡി മലപ്പുറം ജില്ലയിലെ പരിപാടിയാണല്ലോ. വെല്ലപ്പെട്ട കളരിയിലാണ് പഠിച്ചത്. കൃഷ്ണനാഥൻ ഗുരുക്കളായിരുന്നു ഗുരുനാഥൻ. ഇപ്പൊ അദ്ദേഹത്തിന്റെ കൃഷ്ണനാഥൻ ഗുരുക്കൾ മരണപ്പെട്ടു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകനായ അരിഗുരുക്കളാണ്. ഈ ഒരു മേഖലയിലേക്ക് ഏകദേശം ഏത് പ്രായത്തിലാണ് കടന്നു വന്നിട്ടായിരുന്നു? ഞാനൊരു 5 വയസ്സ് മുതല് 5 വയസ്സ് മുതൽ കളരി പഠിക്കുന്നുണ്ട്. എന്റെ ചേച്ചി ഗുരുക്കളാണ്, സഞ്ജി ഗുരുക്കള്. പിന്നെ അതിൽ തന്നെ ശ്രീകല ഗുരുക്കളുണ്ട്. ഞങ്ങൾ 3 ഗുരുക്കന്മാര് ഇപ്പൊ ഈ മലപ്പുറം ജില്ലയിലെ പെണ്ണുങ്ങളായിട്ടുള്ളത്. അതിന് അതിന് ഗുരുക്കള്, ശ്രീകല ഗുരുക്കള്, പിന്നെ ഞാൻ. പാരമ്പര്യമായിട്ട് അങ്ങനെയാണോ ഫാമിലി? പാരമ്പര്യമായിട്ട് എന്റെ ഏട്ടന്മാരും പിന്നെ ചേച്ചി എല്ലാരും കളരി തന്നെ. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ ചെറുപ്പത്തിലെ കടന്നു വരാൻ സാധിക്കും. ഇപ്പൊ ഒരു കുടുംബിനൊക്കെ അല്ലേ? അതെ അതെ. കുട്ടികളൊക്കെ ഉണ്ടോ? കുട്ടികളുണ്ട്. 2 പേരുണ്ട്. 2 പേര് കളരി പഠിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളെ പോലുള്ള ഇപ്പൊ സ്ത്രീകള് പല പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സമയം? ഇപ്പൊ വെപ്പൺസ് ഒന്നും ആരും കൂടുതലും പബ്ലിക്കിൽ കൊണ്ടെടുക്കുന്നില്ല, പക്ഷെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ധാരാളം, പ്രത്യേകിച്ച് മക്കൾക്ക് നേരെ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ പോപ്സോ പോലെയൊക്കെയുള്ള പുതിയ പുതിയ നിയമങ്ങൾ കുട്ടികളെ അവരെ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണ് പറയുക? നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അതെ അതെ, നമുക്ക് ഒരുപാട് പ്രാവശ്യം അങ്ങനെ അനുഭവങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പുറത്തൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ആദ്യമൊന്നും ഇപ്പൊ ഈ കളരി പഠിക്കുന്നവരുടെ എന്തായാലും നമുക്കൊരു പ്രതികരിക്കാനുള്ള ഒരു മനോധൈര്യം, ഒരു കോൺഫിഡൻസ്, ഒരു ധൈര്യം എന്തായാലും കിട്ടും. 100% ഉറപ്പാണ്. നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയാണ്. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കളരി പോലുള്ള ആയോധനകൾ പഠിക്കുന്നത് ഏറ്റവും ഗുണം ചെയ്യും. നമുക്കറിയാലോ, പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. അതിൽ നിന്നൊക്കെ കുട്ടികൾക്ക് പ്രതികരണ ശേഷി എന്തായാലും കളരി പഠിക്കുന്നവരുടെ കിട്ടും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ്. എന്തായാലും നിങ്ങളെ ഇതുപോലൊക്കെയുള്ള നിങ്ങളൊരു എക്സ്പീരിയൻസ് 5ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയ ഒരു കുടുംബിനെയാണ് മക്കളെ പഠിപ്പിക്കാനുള്ള, മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും മറ്റുള്ള സ്ത്രീകൾക്കും ഇതെന്തായിട്ട് മറ്റുള്ള ആളുകൾക്ക് ഇതൊരു പ്രചോദനമായി മാറട്ടെ. ഇത്തരം മേഖലകളിൽ പഞ്ചായത്ത് തലങ്ങളിൽ നമ്മൾ ഈ കളരി ക്ലാസ് ഞങ്ങളുടെ പഞ്ചായത്തിൽ, ടൗണിൽ പഞ്ചായത്തിൽ തന്നെ 9ഓളം സ്കൂളുകളിൽ കളരി പരിശീലനം ഞാൻ നടത്തിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ ഫണ്ട് വെച്ചിട്ട് പഞ്ചായത്തിന്റെ 9 സ്കൂളുകളിലാണ് നമുക്ക്. അപ്പൊ ഒരുപാട് സന്തോഷം, താങ്ക് യു. പേര് സംസുദ്ദീൻ ഗുരുക്കളിലെ. എന്താണ് ഈ ഒരു മേഖല? കോഴിക്കോട്ടുകാരനാണെന്നാണ് അറിഞ്ഞത്. അതെ അതെ, കോഴിക്കോടാണ്. ഇപ്പൊ മലപ്പുറത്തുകാരനായോ? മലപ്പുറത്തുകാരനല്ല, ഞാനൊരു 35 വർഷമായിട്ട് ഈ ഏരിയയില് കളരിയും ചികിത്സയും, കളരിന്റെ ശാസ്ത്രീയമായ ചികിത്സയും നിലച്ചു. എന്റെ ജീവിതോപാധി മാർഗം ചികിത്സയും കളരിയാണ്. ചെറുപ്പം തൊട്ടിട്ട് അങ്ങനെ തന്നെ. ഒരു 12 വയസ്സിൽ കളരിയിൽ ചേർന്ന ഇന്നിപ്പോ നമ്മുടെ മലപ്പുറം ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ വളരെയധികം ഉന്നതത്തിലുള്ള, ഞാൻ ഈ കണ്ടതിൽ നമ്മൾ കോഴിക്കോടെ കാട്ടി പല ജില്ലയും കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഇതിന്റെ സാരഥികള്, പ്രത്യേകിച്ച് നമ്മളെ സെക്രട്ടറി, പ്രസിഡന്റ്, അതുപോലെ തന്നെ കഴിഞ്ഞു പോയ മറ്റു വിശാഖ ഗുരുക്കള്, നമ്മളൊക്കെ സഹായിച്ച് സോമൻ സാറാണ്. അപ്പൊ നമുക്കൊക്കെ ശരിക്കും പറഞ്ഞാല് നല്ലൊരു അഭിമാനം തന്നെയാണ് നമ്മളെ മുൻകഴിഞ്ഞു പോയ ഗുരുക്കന്മാരുണ്ടാക്കി വെച്ചത്. ഇനി വരുന്ന നമ്മളെ തലമുറക്ക് കളരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു കല പോലെയല്ല, ഒരു ആത്മീയ കലയും കൂടെ. ഗുരുക്കന്മാരിൽ നമ്മൾ പഠിക്കാനുള്ള ഗുരുത്വം എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ തത്വം എന്നാണ് ഞാൻ ഗുരുനാഥൻ. സത്യം, കൃത്യം, വൃത്തി, ഈ സംഭവമാണ് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെ. അതിലൂടെ ഈ കുട്ടികൾ എന്താ വെച്ചാൽ മറ്റുള്ള അനാശാസ മാർഗത്തൊക്കെ ഒഴിവായി തന്റെ ആത്മാവിനെ പറ്റിയും തന്റെ ഗുരുനാഥനെ പറ്റിയും മാതാപിതാക്കളെ പറ്റിയും സമൂഹത്തിനെ പറ്റിയൊക്കെ ഗുരുനാഥന്മാര് കളരി, ഇപ്പൊ നമ്മൾ കളരി പശ്ചിമ അമർച്ചയിൽ എടുത്തു വെച്ച് വലത്തോണ്ട് ചോട്ടിയുന്ന അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അമർന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ സകല മേഖലയിലും നമ്മൾ എളിയ മനുഷ്യനെ അമർന്ന്, അതാണ് നമ്മൾ ഗുരുനാഥൻ. അഹങ്കാരം നമ്മളിൽ പോയി നല്ലൊരു മനുഷ്യനായി നല്ല ശരീരവും നല്ല ആത്മാവും വളർത്തിയെടുക്കുക എന്നാണ് കളരിപ്പയറ്റിന്റെ ലക്ഷ്യം. മറ്റു കലയെ അപേക്ഷിച്ച് പ്രത്യേകിച്ച് കേരളത്തിന്റെ നമ്മളെ പുരാതന കല, മാതൃകലയെ കളരിപ്പയറ്റ് ശരിക്കും പറഞ്ഞാൽ കളരിപ്പയറ്റിന്റെ ആധികാരികത ധനുർവേദം എത്രയോ കൊല്ലങ്ങൾ പഴക്കമുള്ളതാണ്. ശരിക്കും ധനുർവേദത്തിൽ ഇപ്പൊ നമ്മളിപ്പോ സാധാരണ ഇവിടെയൊക്കെ പല സമ്പ്രദായങ്ങളും പല ഗുരുക്കന്മാർ നമ്മളെ മലപ്പുറം ജില്ലയിൽ വിവിധ അറിവുള്ള ഗുരുക്കന്മാരുണ്ട്, മരിച്ചുപോയവരുണ്ട്, ജീവിച്ചിരിക്കുന്നവരുണ്ട്. അപ്പൊ കളരിപ്പയറ്റിന് കൂടുതൽ സംഭാവന ചെയ്ത ഗുരുക്കന്മാരാണ് ഈ നിൽക്കുന്ന ഗുരുക്കന്മാർ. ഇവരിൽ
വളരെ കുറച്ച് ചെറിയൊരു എളിയ ഗുരുക്കൾ മാത്രമേ ഞാൻ. അവരൊക്കെ സംസാരിച്ചു. അപ്പൊ ആയിക്കോട്ടെ, ഒരുപാട് ഒരു ഒറ്റ കാര്യം കൂടി, ഒരു സംശയം കൂടി. പാരമ്പര്യമായിട്ട് ഇത്ര മേഖല രക്ഷിതാക്കൾ ആരെങ്കിലും ഈ മേഖലയിൽ പാരമ്പര്യം എന്റെ ഉമ്മാന്റെ ഞങ്ങൾ കോഴിക്കോട് വെച്ചാല് ഉമ്മാന്റെ തറവാട്ടിലാണ് ജീവിക്കുക. എന്റെ ഉമ്മാന്റെ വല്യപ്പ കൊടിഞ്ഞിക്കാരനായിരുന്നു, ചെമ്മാട് കൊടിഞ്ഞി. അദ്ദേഹത്തിന്റെ അമ്മാവന് പഴയ കാലത്ത് ഒരു കളരി ഉണ്ടായിരുന്നു. കൊടിഞ്ഞിയിൽ കാന്തിരുത്തി എന്റെ ഒരു ഗുരുനാഥൻ പണ്ട് ബോഗർ ഈ ഇവിടെ വന്നിട്ട് ഒരു മരുന്ന് നേടി അവിടെ ഒരു കാന്തിരുത്തി പറഞ്ഞ ഒരു മല തന്നെ, അവിടെ ഒരു കളരി ഉണ്ടായിരുന്നു. എന്റെ വല്യപ്പ പറഞ്ഞിട്ട് അത് ബ്രിട്ടീഷുകാർ വന്നിട്ട് എന്ത് ചെയ്തു, ഖിലാഫത്തുകാർക്ക് കളരി പഠിപ്പിച്ചു എന്നുള്ളത് സറണ്ടർ ചെയ്തു. വല്യപ്പക്ക് ഒരു 24 വയസ്സായപ്പോ കളരി തുറന്നു നോക്കുമ്പോൾ അതിൽ നിന്ന് വാളും പരിചയം പിന്നെ ചതിലടിച്ച കുറച്ച് ഗന്ധങ്ങളെ കിട്ടിയതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അന്ന് ഉണ്ടായിരുന്ന 1816 900 കയ്യെഴുത്ത് ഗ്രന്ഥങ്ങളുണ്ട്. അത് അറബി മലയാളത്തിലും ഒക്കെ ഉണ്ട്. ഇപ്പൊ വല്യപ്പന്റെ അഷ്ടാംഗതയും ശാസ്ത്രവും എന്റെ മൂലഗ്രന്ഥം. ഞാൻ ഇതിനെ കൊണ്ട് വായിച്ച് വീട്ടിൽ ഇതേമാതിരി രണ്ടും തൈലും കുഴപ്പമില്ല ഉണ്ടാക്കലുണ്ടായിരുന്നു. അങ്ങനെയാണ് എന്റെ പാരമ്പര്യം. പിന്നെ ഗുരുനാഥന്മാരും. ഇപ്പൊ എന്തായാലും ഈ മേഖല വളരെ നമ്മുടെ കേരളവുമായിട്ട് ഒത്തിരി ബന്ധങ്ങളുണ്ട്. കേരളീയ കലാമൊക്കെയാണ് നമ്മൾ പരിചയപ്പെടുത്തലൊക്കെ. അപ്പോൾ ഇത്തരം മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരട്ടെ. ഇന്നത്തെ ജനറേഷനെ കുറിച്ച് നമ്മൾ ഭയപ്പെടുന്നത് അവർ ലഹരി സംബന്ധമായ കാര്യങ്ങളിലേക്ക് അതിന് കളരി പ്രത്യേകം എടുത്തു വരേണ്ടതാണ്. അപ്പൊ അത്തരം മേഖലയിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനൊക്കെ ഇങ്ങനെയുള്ള ശീലങ്ങൾ നല്ലതാണ്. കുട്ടികളുടെ മുമ്പിൽ വരുന്ന അവസരങ്ങളിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത്. അപ്പൊ അവർക്ക് കുട്ടികളെ നല്ല നല്ല അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ നമ്മുടെ ശ്രദ്ധാലുക്കളാണെങ്കിൽ നല്ലൊരു ശതമാനം ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും ഗുരുത്വം പൊരുത്തൊക്കെ പ്രധാനമാണ്. പ്രധാനപ്പെട്ട ഗുരുവിന്റെ ഇതിൽ നമ്മള് ജയിച്ച് അഥവാ ഗുരുവിന്റെ അനുസരണത്തിൽ നമ്മൾ ഗുരുവിൽ ഗുരുവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, നല്ലൊരു മനുഷ്യനായി വളർന്ന് നാട്ടിനും സമൂഹത്തിനും മാതാപിതാക്കൾക്കും എല്ലാവർക്കും ഒരു ഉപകാരം ചെയ്യുന്ന ഒരാൾ വളരലാണ് കളരിന്റെ പ്രത്യേക ലക്ഷ്യം. താങ്ക് യു.